ഒരു നല്ല കൈ നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രകമ്പനം ടീം ഗണപതി, സാഗർ, സൂര്യ, ശീതൽ ആൻഡ് അമീർ. നാലുപേർക്ക് നമസ്കാരം. നമസ്കാരം. എന്താണ് പുതിയ വിശേഷം? പുതിയ നമ്മുടെ പ്രകമ്പനത്തിന്റെ വിശേഷമാണ്. പ്രകമ്പനം ഈ മാസം ജനുവരി തന്നെ റിലീസ് ആവുകയാണ്. ഓക്കെ. ഞാൻ എൻ്റെ സാഗർ, ശീതൾ, അമീൻ ഹോസ്റ്റലിൽ നടക്കുന്ന ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ടൊരു സബ്ജക്റ്റാണ്. ഒരു ഹൊറർ കോമഡി ജോണറിൽ പോകുന്ന സിനിമയാണ്. ത്രെഡ് കേട്ടപ്പോൾ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഹൊറർ കോമഡി, നമ്മൾ യൂഷ്വൽ അല്ലാത്തൊരു പരിപാടിയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഇൻട്രസ്റ്റഡ് ആയി. പിന്നെ വിജേഷാണ് ഇതിൻ്റെ ഡയറക്ടർ, ഇതിൻ്റെ പ്രൊഡക്ഷൻ നവരസ കാർത്തിക് സുബരാജ് സാറിന്റെ ഇതാണല്ലേ? അതെ, കാർത്തിക് സുബരാജ് ആണ് ഇതിൻ്റെ കോ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അത് ഉടനെ തന്നെ തിയേറ്ററിൽ വരും, അതാണ് വിശേഷം. സാഗർ, സൂര്യ, ഹലോ. അതല്ലേ, പ്രകമ്പനം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പുതിയ വിശേഷം. അപ്പോൾ നല്ല രീതിയിൽ അത് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സ്വീകരിക്കുന്നുള്ള വലിയൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ്. വളരെ എക്സൈറ്റഡ് ആണ്. ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല, അതിലപ്പുറത്ത് എക്സൈറ്റഡ് ആണ്. സത്യം. പിന്നെ ഇതൊരു കോളേജ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു ഹൊറർ കോമഡി ആയിട്ടുള്ളൊരു മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള, ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫിലിം. സോ നിങ്ങൾ എന്തായാലും പോയി കാണണം, എൻജോയ് ചെയ്യണം. ഒരുപാട് സന്തോഷം. കാരണം ഇവരുടെ കൂടെ ഒക്കെ ത്രൂ ഔട്ടായിട്ടൊരു പടം ചെയ്യാൻ ത്രൂ ഔട്ടായിട്ടൊരു പടം ഇപ്പം ആദ്യത്തെ പരിപാടിയാണ്. അപ്പൊ അത് ഒരുപാട് സന്തോഷം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഹൊറർ കോമഡി എന്ന് പറയുമ്പോൾ ഒരു യൂഷ്വൽ പരിപാടിയല്ല, ഒരു അത്യാവശ്യം ഒരു വെറൈറ്റീസ് കുറച്ച് സാധനങ്ങളുണ്ട് ഇതിനകത്ത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഗണപതിനോട് കാര്യം ചോദിച്ചോട്ടെ, ഇതിനകത്ത് അഭിനയം മാത്രമുള്ള അല്ലെങ്കിൽ കാസ്റ്റിംഗ് ഡയറക്ഷൻ പരിപാടി ഉണ്ടോ? ഇതിൽ അഭിനയം മാത്രം. ഓക്കെ. ഇപ്പോൾ ഒരു റീസെൻ്റ്ലി ചെയ്തു ചിദംബരത്തിന്റെ 3ാമത്തെ സിനിമ ബാലൻ, അതിൽ കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം ഇനി നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം, കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാം. അപ്പം നമ്മുടെ ഐറ്റം വരയിൽ ഒരു സ്കിറ്റ് കണ്ടിട്ട് നമുക്ക് അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് പോകാം. ഉറപ്പായിട്ടും. അതുവരെ ഈ കസേരയിൽ കിടിലൻ കോമഡി കണ്ട് ആസ്വദിക്കാം. വരൂ. സാറേ, 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 ജോണി വരൂ, ഇത് പിടിക്കൂ, കുത്തിയിടൂ. അല്ല, എനിക്ക് ചക്ക കുത്തിയിടാനേ അറിയാവൂ, ഇത് കുത്തിയിടാൻ അറിയില്ല. അറിഞ്ഞൂടാ. അപ്പൊ പിറകെ കിടന്ന് ചാറേ എന്ന് വിളിച്ച് ഇങ്ങനെ അറപ്പിക്കരുത്. ഒരു മനുഷ്യന് 2 അടിച്ചിട്ട് എങ്ങനെയെങ്കിലും 2 ബോളായിട്ടാണ് കാണുന്ന ഒരു ബോൾ. അത് കുത്തിടാൻ നോക്കുമ്പോ അതിന്റെ പിറകെ വന്നിട്ട് ചാറേ എന്ന് വിളിക്കേണ്ട കാര്യം എന്തോ? അല്ല, ഞാൻ ആലോചിക്കുകയാണ് സാറേ, ഇത്രയും പൈസ വന്നിട്ട് സാറെന്തിനാ സാർ ഈ ബോൾ കുത്തിയിട്ട് എന്തൊരു രസമാണ് ഇതിനകത്തിരിക്കുന്നത്? ഞാൻ നോക്കിയിട്ട് ഒരു രസവും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇനി നിന്നെ രസിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ ബോൾ എടുത്ത് വായി വെച്ചിട്ട് തിരിച്ചു കുത്താൻ വായില്ല. ഒരേ കാര്യങ്ങൾ ചെയ്യുമ്പോ അത് തടസ്സപ്പെട്ടാൽ നിന്നാൽ. അല്ല, എനിക്കത് കേൾക്കണം. 5 വർഷം കൊണ്ട് ഈ സാറിന് ഞാൻ മദ്യം ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. അന്ന് മുതൽ ഇന്ന് വരെ തെറിയല്ലാതെ ഇയാൾ ഒരു വാക്കെന്നെ വിളിച്ചിട്ടില്ല, അറിയാമോ സാറേ? എന്റെ അമ്മ കളഞ്ഞിട്ട് പോയതിനു ശേഷം എന്റെ അച്ഛൻ എന്നെ വളർത്തി എങ്ങനെയെന്ന് അറിയാമോ? ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്. എന്റെ വീട് വിറ്റാണ് എന്റെ പഠിത്തം നടത്തിയത്, അറിയാമോ? ആ ഗതികേടുണ്ട്, ഈ ഇവിടുത്തെ വെയിറ്റ് ആവേണ്ട ഗതികേട് വന്ന് എനിക്ക്. സോറി ജോണി, സോറി. ഞാൻ പെട്ടെന്നുള്ള ഒരു ആവേശത്തിൽ പറഞ്ഞു. ജോണി ഏതുവരെ പഠിച്ചു? 4ാം ക്ലാസ്സിൽ 1ാം മാസം. അത് 1ാം മാസം പെറാൻ കിടന്ന അവിടെ. അതല്ലേ, 4ാം ക്ലാസ്സിൽ 1 മാസേ പഠിച്ചിട്ടുള്ളൂ സാറേ. അതിന് വീട് വിൽക്കേണ്ട കാര്യം എന്താ? വീട്ടിന്റെ പുറകെ കിടന്ന ചിരട്ട മറക്കി വിറ്റാൽ മതിയല്ലോ. ഈ സ്റ്റേറ്റ്മെന്റ്സിൽ മേടിക്കാനാണോ നീ വീട് വിറ്റെന്ന് പറഞ്ഞത്? അച്ഛനും മോനും കൂടെ കുടി കുടിച്ച് അമ്മയെ ഓടിച്ചിട്ട് എന്ന് സെന്റിമെന്റ്സ് പറയുന്നോടാ. അറിയില്ല, കുടിയന്മാരെല്ലാം കൂടെ ഇവിടെ കിടന്ന് വെള്ളം വെച്ചാ കേട്ടോ. ഒഴിയുടെ 90. ജോണി കഴിക്കൂ? ഞാൻ കഴിക്കില്ല സാറേ. എന്താ ജോണി കഴിക്കാം? ഞാൻ കഴിക്കൂല. എന്താ കാര്യം? എന്റെ ചേട്ടൻ മദ്യപിച്ച് വിളവുള്ള മാസം. ജോണിയെ മദ്യപിച്ച് ബ്ലോസം ഇല്ല. എന്തോ ജോണേ? ഇല്ലല്ലോ. എന്താ കാര്യം ജോണേ? മരിച്ചു പോയി. എന്തിനിങ്ങനെ തൂരിക്കടിക്കണം? അത് പറഞ്ഞാ പോരെ, മനസ്സിലാവില്ലേ?
മരിച്ചുപോയി മരിച്ചുപോയി. മദ്യപിച്ച് മരിച്ച പകല് മൊത്തം മദ്യപാനം, രാത്രി ഉറക്കും. ഈ മദ്യപിച്ച് മരിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലായ്മയായിട്ട് ഞാൻ പറയും. ബുദ്ധിയില്ലെന്ന് ഞാൻ പറയും. അത് കാര്യം. പകല് മൊത്തം മദ്യപിക്കുന്നത് ഞാനാണ്. ആ. ഞാൻ രാത്രി കാലങ്ങളിൽ ഉളച്ചിരുന്ന് ഞാൻ ചിരിക്കും, അറിയോ? അത് തിരിച്ചിരിക്കണ. ചിരിച്ചാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? പറയൂ. ആയുസ് കൂട്ടി കിട്ടും. കിട്ടും. ആ. പകല് ഞാൻ മദ്യപിച്ച് കുടിച്ചു കളയുന്ന എന്റെ ആയുസ് രാത്രി ഞാൻ ചിരിച്ച് തിരിച്ചു പിടിക്കുന്നു. The give and take lot of policy. അറിയോ? സാർ ഭയങ്കര ബുദ്ധിമാനാണ് സാറേ. ഒരു 90 കൂടെ കട്ടക്കൊഴി. അയ്യോ, ഞാൻ കട്ടക്ക് ഒഴിച്ച് തരത്തില്ല സാർ. സാറിന് ശരീരം മോശമാവും. എനിക്ക് ടെൻഷൻ ഉണ്ടാ. സാറിന് എന്താ ടെൻഷൻ? ഈ ക്ലബ്ബ് ഞാൻ പ്രസിഡന്റ് ആയിട്ട് എത്ര ആളായടാ? 10 കൊല്ലമായി. 10 കൊല്ലം. നീ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലമായി? ഞാനൊരു 5 കൊല്ലം. 5 കൊല്ലം. അതെ. ഒരു വർഷത്തെ 365 ദിവസമുണ്ട്. ഈ 365 ദിവസത്തിൽ ഒരു ദിവസം 24 മണിക്കൂർ. 18 ദിവസം ഞാൻ ഈ ക്ലബിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. ബാക്കി 6 മണിക്കൂർ ഞാൻ എന്റെ കുടുംബത്തെ സ്പെൻഡ് ചെയ്യുന്നത്. അറിയോ? നീ കൂട്ട്. 365 ഗുണം 18 കൂട്ടറ. 365 ഗുണം 18 കൂട്ടറ. 365 ഗുണം 18 അല്ലേ സാറേ? കൂട്ടറ സാറേ. 365 ഗുണം 18. അതിനെക്കാട്ടി സാറ് കട്ടിക്ക് അടിക്കുന്നതാണ് സാറേ. ഞാൻ ചുമ്മാ കണക്കൂട്ടി എനിക്ക് കുഴയാൻ പറ്റും. അപ്പൊ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുന്ന ഞാന് എന്റെ പ്രസിഡന്റ് സ്ഥാനം മാറ്റിയിട്ട് പുതിയ പ്രസിഡന്റ് ആണെന്നറിയോ? രാജൻ സക്രിയ. എന്ത് യോഗ്യത ഉണ്ടടാ? യോഗ്യത? ആ ചപ്പാത്തി കണ്ണന് എന്ത് യോഗ്യത ഉണ്ടടാ? ചപ്പാത്തി കണ്ണനാ സാറേ? 4 ജുവലറി, 4 തിയേറ്റർ, 4 പെട്രോൾ പമ്പ്, കോടീശ്വരൻ. അതെന്താ എല്ലാം ഈ 4? ഞാൻ ഈ വിരലോടെ പൊക്കിയിട്ട് എണ്ണാ നിൽക്കുന്നേ. പുള്ളി നോക്കിക്കൊണ്ടിരിക്കോ, അല്ലെങ്കിൽ ഉടനെ അടുത്ത ബിസിനസ് തുടങ്ങും. രാജൻ സക്രിയ സാർ ഇങ്ങോട്ട് വരുന്ന ദിവസമാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് പുതിയതായിട്ട് പ്രസിഡന്റ് ആയിട്ട് ചാർജ് എടുക്കാൻ വരുവാണ്. അപ്പൊ നല്ല കൈയടിച്ച് വേണ്ടിയാണ് പുള്ളിക്കാരനെ ഇങ്ങോട്ട് വിളിക്കാനായിട്ട്. പുള്ളി അവിടെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പൊ സാറ് വരാൻ നേരത്ത് നല്ല കൈയടി കൊടുക്കണം കേട്ടല്ലോ. സാറേ ഇവിടെ എല്ലാം റെഡിയാണ്, ഇങ്ങോട്ട് പോന്നേക്കൂ. ഹായ്. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാൻ പ്രസിഡന്റ് ആയിട്ട് ഇങ്ങോട്ട് സ്ഥാനം ഏറ്റെടുക്കാൻ വന്നപ്പോ നിങ്ങൾ എനിക്ക് നല്ല പ്രോത്സാഹനമാണ് തന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഇതെന്താ സാറേ? ഇത് എൻട്രി മ്യൂസിക് സമയത്ത് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കൂല. അങ്ങനെയുള്ള എന്ത് ചെയ്യും? കൈ നിന്നിട്ട് കളിച്ച് ഇങ്ങനെ കയറി വരും. എവിടം വരെ പോകും നമുക്ക് നോക്കാം. ഹലോ. ഹായ്. നമസ്കാരം. ഐ ആം ടോണി കുശിങ്കൽ. രാജൻ സക്കറിയ. അതെ, എക്സ്ക്യൂസ് മീ. ഞാൻ ഈ ക്ലബ്ബിൽ ആദ്യമായിട്ട് വരുവാണ്. പുതിയ പ്രസിഡന്റ് സ്ഥാനമാണ്. അപ്പൊ എനിക്ക് ഇവിടെ ഒന്നും അറിയില്ല. എന്നെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തണം ഇവിടെ. സക്കറിയ സാർ, ആ കാണുന്ന റൂം ഉണ്ടല്ലോ, അവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫിലിപ്പീനുകളുടെ ഭക്ഷണമായ ട്രിക്കോട്ടോണി ടിമ്പിൾ എന്ന് പറയുന്ന സാധനമുള്ളത്. അവിടെയുണ്ട്. ഇവിടെയുണ്ട്. 18 രാജ്യങ്ങളിലാണ് ഞാൻ ഈ ട്രിക്കോട്ടോണി ട്രിമ്പിൾ കഴിക്കാനായിട്ട് നടന്നത്. അത് എനിക്ക് കിട്ടിയിട്ടില്ല. അത് വിളമ്പുന്ന ആരാന്നറിയോ? ഫിലിപ്പീനികളായ സുന്ദരിമണികളാണ്. കറക്റ്റ് സ്ഥലത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്. താങ്ക് യു. ഇല്ല കാണുന്ന മുറിയുണ്ടോ? അത് അറേബ്യൻ ഫുഡായ എന്ന് പറയുന്ന ഫുഡ് അവിടെയാണ് വിളമ്പുന്നത്. ഓ മൈ ഗോഡ്. അത് വിളമ്പുന്ന ആരാന്നറിയോ? ബെല്ലി ഡാൻസുകാരികളായ റാസയും ബാസയും. കറക്റ്റ് സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത്. താങ്ക് യു. എക്സ്ക്യൂസ് മീ. ആ കാണുന്ന മുറി ഏതാണ്? അയ്യോ, അങ്ങോട്ട് പോണ്ട. അവിടെ വീട്ടിലെ ഊണാണ് വിളമ്പുന്നത്. രമണി, ശാരദ, തങ്കമ്മ. അയ്യോ, കറി കുറവാണെങ്കിൽ ഇവളെയൊക്കെ വായിരിക്കുന്ന തെറി ഒരു രക്ഷയില്ല. അങ്ങോട്ട് പോകുന്നേ നല്ലത്. ഞാൻ മൈൻഡ് ചെയ്യില്ല. സാർ ആദ്യമായിട്ട് വന്നതല്ലേ? ഒരു ഗ്ലാസ് മദ്യം എന്റെ കയ്യിൽ നിന്ന് തന്നെ കഴിക്കണം സാർ. സോറി. ഞാൻ വർഷത്തിൽ ഒരു ദിവസം മാത്രമേ മദ്യപിക്കാറുള്ളൂ. അതെന്താണ്? അത് ക്രിസ്മസ് ദിനം. ക്രിസ്മസിനാ? അല്ലാതെ വേറെ ഒരു ദിവസവും ഞാൻ മദ്യപിക്കത്തില്ല. ആകെ ഒരു ക്രിസ്മസ് ദിനത്തിൽ മാത്രമേ ഞാൻ മദ്യപിക്കൂ. സാറേ, അങ്ങനെയുള്ള മദ്യമൊന്നും അല്ല സാറേ ഇത്. ഇറ്റലിയിൽ നിന്ന് മാർബിൾ ഇട്ട് വാറ്റിയ സാധനമാണ്. മാർബിൾ അല്ല, മാങ്ങ ഇട്ട് വാറ്റിയ സാധനമാണ് സാർ. 12 വർഷം മണ്ണടി കുഴിച്ചിട്ടിട്ടാണ് ഈ സാധനം നമ്മൾ ഉപയോഗിക്കെടുക്കുന്നത്. 12 വർഷം? പിന്നല്ലേ സാറിന് വേണ്ടെങ്കിൽ ഇപ്പൊ സാർ 12 വർഷം മണ്ണടി കുഴിച്ചിട്ട്. ഓ, അതാണ് ഇത്. ഈ സാധനം പിന്നല്ല 12 വർഷം അല്ല സാറ് ക്രിസ്മസിനെ കുടിക്കണോന്ന് പറഞ്ഞ്. എന്റെ കയ്യിൽ എന്താണ്? സ്റ്റാർ. ഇത് നമ്മൾ എപ്പോഴാണ് തൂക്കുന്നത്? ക്രിസ്മസിന്. അപ്പൊ ഇന്ന് ക്രിസ്മസ്. മനസ്സിലായി? ക്രിസ്മസിന് മാത്രമേ ഞാൻ കഴിക്കൂ. സാർ എന്തായാലും ദീപാവലിക്ക് കഴിക്കാത്ത കാര്യമായി. എന്താ? എലിവാണം കത്തിച്ചു വെച്ച് കയ്യിൽ വെച്ചു കുടിച്ചാനേ. നിങ്ങൾക്കൊരു ശ്രദ്ധയില്ല. എന്താ? ക്രിസ്മസ് ക്രിസ്മസ് ആയി. ഓക്കെ മിസ്റ്റർ റിമക്കല്ലിക്കൽ. ടോണി കുശിങ്കൽ.
ജോണി കുരിശിക്കൽ. ഞാന് സത്യം പറഞ്ഞ ഈ മദ്യം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതൊന്നുമല്ല, ഞാനിപ്പോ പുതിയൊരു ബ്രാൻഡ് പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ബ്രാൻഡിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിനിപ്പോ പേരിട്ടിട്ടില്ല. പുറത്തു നിന്ന് ഒരാൾക്ക് ഞാൻ ഇതിന് പേരിടാൻ ഒരു അവസരം കൊടുക്കുകയാണ്. ഒരു സാധാരണക്കാരൻ, മനസ്സിലായോ? അങ്ങനെ പേരിടുന്ന ആൾക്ക് ഞാൻ 2 ലക്ഷം രൂപയാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. സാറേ ഞാൻ ഈ പേരിട്ട് കഴിഞ്ഞാൽ വല്ല അബദ്ധമാവും? ഒരു കുഴപ്പമില്ല സാർ, ഞാൻ പറയട്ടെ, പേര് പറയട്ടെ സാർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, എനിക്ക് ഇതിന് കുറച്ച് ഒരു നിബന്ധനകളുണ്ട്. പറഞ്ഞു. അതായത് കേൾക്കുന്നവർക്ക് ഒരു കുളിര് തോന്നണം, കുളിര് തോന്നണം, ഒരു കൊതി തോന്നണം. അങ്ങനെ ഒരു പേരായിരിക്കണം എന്റെ പതിക്കുപ്പി. ഇഷ്ടമുള്ള പേര് സാർ പറയും. ഇഷ്ടമുള്ള പേരെന്ന് പറഞ്ഞാൽ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സാധനം നമ്മൾ ഒരു പെഗ് അടിച്ചു കഴിഞ്ഞാൽ സാധാരണ സാധനങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തല കറങ്ങും. അതെ. ഇത് അതുപോലെയല്ല, പിന്നെ അടിച്ചു കഴിയുന്നുണ്ടെങ്കിൽ തലകുത്തി നിൽക്കും. അപ്പൊ വവ്വാൽ നിട്ടോ സാറേ? പിന്നെ നല്ല പേരല്ലേ തല കുത്തിക്കണത്? വവ്വാലക്ക് വവ്വാല് എന്തായാലും കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പേര് ഇട്ടു കഴിഞ്ഞാൽ മതി. പിന്നെ ഇതെന്താ ഈ പച്ച ഷീറ്റ് വിരിച്ച സാധനം? പച്ച ഷീറ്റ് വിരിച്ച സാധനം? ഇത് പച്ച ഷീറ്റ് വിരിച്ച സാധനമല്ല. പിന്നെ ഇതറിയില്ല. വെള്ളിയാഴ്ച ഞാൻ ഇത് ഒരുപാട് ക്ലബ്ബുകളിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് ഞാൻ ഇതുവരെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. എടുത്തോളൂ സാർ, ഇത് സ്റ്റിക്ക് അല്ലേ? എടുത്തോളൂ. ഓക്കെ, ഇതെടുത്തിട്ട് പിടിക്കും, ഇങ്ങനെ പിടിക്കണല്ലേ? ഓക്കെ, ലക്ഷ്യം വെക്കും സാർ. ഓക്കെ, വെച്ചിട്ട് ചെയ്യണം അല്ലേ? ഓ, കറക്റ്റ് കുഴിയിലോട്ട് പോയതാട്ടോ ബോള്. കറക്റ്റ് കുഴിയിലോട്ടല്ലേ പോയത്? അതാണ് ഒരു സാധനം പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ടപ്പ ചെയ്തായിരിക്കും. ഈ താണ്ട അടുത്ത ബോളും കുഴിയിലോട്ടൊക്കെ പോയിരിക്കുകയാണ്. സൂപ്പർ, കൊള്ളാം, നല്ലൊരു കിടില കളിയാണ് കളിപ്പിച്ചത്. താങ്ക് യു. അപ്പൊ മിസ്റ്റർ ഇങ്ങോട്ട് വരൂ, ചോദിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. പറയൂ. എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ക്ലബിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ക്ലബിന്റെ കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നു സാർ. നന്നായിട്ട് പോകുന്നുണ്ട്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സത്യം പറഞ്ഞ ഈ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. മനസ്സിലായോ സാറേ? എന്താണ് എന്റെ ഡ്യൂട്ടി കഴിയാറേ സാറേ. ടിപ്പ് എന്തെങ്കിലും? ടിപ്പൊക്കെ ചോദിച്ചാണോ വായിക്കേണ്ടത്? ചോദിച്ചാണോ ടിപ്പ് വായിക്കേണ്ടത്? പറഞ്ഞിട്ടുണ്ട് ജോണേ, ടിപ്പൊന്ന് ചോദിച്ചല്ല വായിക്കണം, അത് മനസ്സിലാക്കണം. ഇത് അറിഞ്ഞു തരേണ്ട സാധനമാണ് സാറേ. എനിക്കാണ് പെണ്ണും പെടക്കോഴി ഇല്ലാത്തതാണ് സാറേ, എനിക്ക് ജീവിക്കണം. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ഇതെന്തോന്നാ നോട്ടീസ്? പഞ്ചായത്തിൽ നിന്ന് നാളെ കോഴി കൊടുക്കുന്നുണ്ട്, അതിനകത്ത് നിന്ന് ഏതാണോ പെടക്കോഴി നോക്കിട്ട് നേരെ വീട്ടിലോട്ട് കൊണ്ടുവരിക. ചെല്ലി സാറേ, അതല്ല സാറേ, കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരന്റെ വിഷമ സാധനം മനസ്സിലാക്കണം. എനിക്കറിയാം ഈ വിഷമം. ഈ വിഷമം നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ, മനസ്സിലായോ? സത്യം പറഞ്ഞ എനിക്ക് ഇട്ടുമൂടാനുള്ള കോടിക്കണക്കിന് സ്വത്തുകളുണ്ട്. എന്നിട്ട് എനിക്കത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് സാറേ പറഞ്ഞോളൂ സാറേ. എന്റെ പപ്പ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. ഇങ്ങേരെ പപ്പ കല്യാണം കഴിക്കാൻ പിന്നെ ഇങ്ങേര് ഇവിടെ വന്നിരിക്കണേ? പണക്കാര പ്രശ്നങ്ങളാണ്. നീ ഇതിന്റെ ഇടയിൽ ചിലപ്പോ എങ്ങനെയെങ്കിലും ഒക്കെ വരും. പണക്കാരന്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ ഇടപെടരുത്. പല രീതിയിലാണ് പണക്കാർ വരുന്നത്, ശ്രദ്ധിച്ചിട്ടില്ലേ? സാധാരണക്കാരാണ് അങ്ങനെയൊക്കെ വരുന്നത്. ഒരു കാര്യം അറിഞ്ഞൂടാ സംശയം കൊണ്ടുവയ്ക്കരുത്. എന്റെ പപ്പയുടെ കല്യാണം കഴിച്ചിട്ട് കണ്ണടക്കണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇത് എന്തേരിത്? അതെങ്ങനെയാ സാറേ? അല്ല സാറേ, ക്രിസ്മസ് ആയി. ജോണിക്കൊരു സംശയമുണ്ടേ. ചോദിക്കും ജോണി. പപ്പയുടെ കല്യാണം കഴിഞ്ഞിട്ട് സാറിന് എങ്ങനെ കണ്ണടക്കണമെന്ന് വെച്ചാൽ പപ്പയെ വീണ്ടും കല്യാണം കഴിപ്പിക്കാൻ പോകണം സാർ. പപ്പ എന്ന് പറയുന്നത് എന്റെ മോളാണ്. എന്റെ മോളുടെ പേരാണ് പപ്പ. 26 വയസ്സുണ്ട് നമുക്ക്, മനസ്സിലായോ? ഡോക്ടർ ആൻഡ് ഡോക്ടർ. പിന്നെ ഡോക്ടർ എന്റെ ഡോക്ടർ പപ്പ ഒരു ഡോക്ടറാണെന്ന്. ദന്ത ഡോക്ടർ. സാറെന്തിനാ ചൂടാവുന്നത്? ദന്ത ഡോക്ടറെ പല്ലുമല്ലോ ഞാൻ കൊണ്ട് പോയോ? ഇല്ലല്ലോ, പിന്നെ എന്തിനാ ചൂടാവുന്നത്? മനസ്സിലായോ? അപ്പൊ അവരുടെ കല്യാണം കഴിയാത്തതിന്റെ ഒരു വിഷമത്തിലായിരുന്നു ഞാൻ. ആണോ? അവക്ക് പറ്റിയ എന്ത് ചെയ്യണമെന്നാണ്. പപ്പയെ നോക്കാൻ ആളില്ല, അതാണ് പ്രശ്നം. പപ്പയെ നോക്കാൻ ഒരാള് വേണ്ടേ? ഇത്ര വയസ്സായില്ല, എന്തു ചെയ്യും? ഇപ്പൊ കല്യാണം ആയിട്ടില്ലല്ലേ? ആയിട്ടില്ല. സാർ എങ്ങനെയുള്ള ചെക്കനാണ് ഉദ്ദേശിക്കുന്നത്? ചെക്കൻ എന്ന് പറഞ്ഞാ ഇഷ്ടമൂടാനുള്ള സ്വത്ത് എനിക്കുണ്ടല്ലോ. അപ്പൊ എനിക്കുള്ളതെല്ലാം അവനുള്ളതാണ്. കിരീടം വെച്ച രാജാവ് ഉറപ്പാണ്. അങ്ങനെ ഒരു ചെറുക്കനെ എനിക്ക് കിട്ടിക്കഴിയണം, ഒരു കുഴപ്പമില്ലാത്ത കാര്യം. ജോണിയെ, സർക്കാരിന്റെ മ്യൂസിയത്തിലെ ആളില്ലെന്നും പറഞ്ഞ ആ തിണ്ണേ കയറി ഇരുന്നിട്ട് ആ മ്യൂസിയം എന്റേതാണെന്ന് പറയാൻ നിൽക്കണ്ട. തൊപ്പിയൂരി അവിടെ വൈ. സാറേ, നമുക്ക് അല്ല സ്വഭാവം കൊണ്ട് സാർ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? സ്വഭാവം കൊണ്ട് അവന് ഒന്നുമില്ലാലും കുഴപ്പമില്ല, നല്ല പോലെ നോക്കിയാ മതി. ഒരു ചെക്കനുണ്ട്, നമുക്ക് ആലോചിച്ചാലോ? ആരെ? പപ്പയെ നോക്കാൻ? അതെ, ചെക്കൻ. അതെ, പപ്പക്ക് പറ്റിയ അതെ. ഉണ്ടോ? മിസ്റ്റർ ജോണി, ഞാൻ നോക്കി പപ്പയെ ഞാൻ പൊന്നുപോലെ നോക്കൂ. ജോണി ഓക്കെയാണ്. ഞാൻ ഈ സന്തോഷത്തെ എങ്ങനെയാണ് എന്റെ സ്റ്റാർ അവിടെ ഒരെണ്ണ വഴി ക്രിസ്മസ്. അപ്പൊ ജോണി ഓക്കെയാണോ? ഇത് ഓക്കെ. ഓക്കെയാണോ? പിന്നെ എനിക്ക് ഓക്കെ. ഒരു സെക്കൻഡ്, ഞാനിത് മോളെ ഒന്ന് വിളിച്ചതറിയിക്കണം. ഇത് വിളിച്ചിട്ട് കുടിക്കാൻ ഞാനിപ്പോ. ഒരു സെക്കൻഡ്. മോളെ, പപ്പ. ഇതാണ് എന്റെ മോള്, നോക്കിക്കോളൂ. കണ്ടോ മോള്? അയ്യോ, അടിപൊളിയാ. മോളെ, പപ്പ തീരുമാനിച്ചു ഈ വരുന്ന 16-ാം തീയതി തന്നെ മോളുടെ കല്യാണം. പപ്പ ഉറപ്പിച്ചു. കല്യാണം കഴിഞ്ഞ ഉടനെ
അമേരിക്കയിലേക്ക് പറക്കുകയാണ് നിങ്ങൾ. അമേരിക്കയിൽ പറക്കും. ഓക്കെ മോളെ, അപ്പൊ നമുക്ക് കാര്യങ്ങളെല്ലാം പപ്പ വീട്ടിൽ വന്നിട്ട് പറയാം. 16-ാം തീയതി തന്നെ നമ്മൾ ഉറപ്പിച്ചു, ഫിക്സ്. ഓക്കെ അല്ലേ സാറേ? ഓക്കെ താങ്ക് യു സാറേ, ഈ നന്ദി ഞാൻ എവിടെ കൊണ്ട് തീർക്കും സാറേ? എന്താ ഈ നന്ദി കടപ്പാട് ഞാൻ എവിടെ കൊണ്ട് തീർക്കും സാറേ? എന്ത് പറ്റി? സാറല്ലേ എനിക്ക് ഈ അവസരം തന്നത്. പോണ കുഴപ്പമില്ല എല്ലാ സംഭവം ഓക്കെ. അപ്പോ നന്നായിട്ട് നിന്റെ പേരിലൊരു കുരിശുണ്ടായിരുന്നല്ലോ, എന്ത് ടോണി ടോണി കുരിശ് ഇങ്ങ് വരും. എന്തോ അപ്പൊ 16-ാം തീയതി കല്യാണം, 12-ാം തീയതി തന്നെ നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് വരണം. അതെങ്ങനെ സാറേ 16-ാം അല്ല, തീയതി നടക്കുമ്പോ അത് നാട്ടു നടപ്പല്ല. ചെറുക്കെ കല്യാണത്തിന് മുമ്പ് പെണ്ണിന്റെ വീട്ടിൽ വരുന്ന നാട്ടു നടപ്പല്ല. അല്ല, അത് അങ്ങനെയല്ല. അല്ല, സംഭവം എന്ന് പറഞ്ഞാൽ വീട്ടിലെല്ലാവരും പരിചയപ്പെടണ്ടേ? അത് കല്യാണം കഴിഞ്ഞിട്ട് പരിചയപ്പെടാമല്ലോ. കല്യാണ പെണ്ണുമായിട്ട് പരിചയപ്പെട്ടാ പോരാ? കൂടുതൽ വീടും പരിസരമൊക്കെ ഒന്ന് പരിചയപ്പെടണം. അതൊക്കെ പിന്നെ സമയമുണ്ടല്ലോ. പ്രത്യേകിച്ച് എന്റെ അപ്പൂപ്പനോട്ട് പ്രത്യേകിച്ച് ഒന്ന് പരിചയപ്പെടണം. അപ്പൊ മനസ്സിലേ, അവിടെ പരിചയപ്പെട്ടിട്ട് നിങ്ങൾ അവിടെ നിൽക്കുക, ഇവൻ അവിടെ നിന്നോട്ടെ. 16-ാം തീയതി കല്യാണം കഴിയുന്നു, അവർ അമേരിക്കയിലേക്ക് പോകുന്നു. അമേരിക്കയിൽ എന്റെ മോളും എന്റെ മനുമോനും. അപ്പൊ ഇയാളല്ലേ കല്യാണം? അപ്പ എന്റെ അപ്പൂപ്പനെ നോക്കാനായിട്ട്, അപ്പൂപ്പനെ നോക്കാൻ ആളുണ്ടെന്നല്ലേ പറഞ്ഞത്? ഇല്ലല്ല, അപ്പൂപ്പനെ നോക്കാൻ ആളുണ്ടെന്നല്ലേ പറഞ്ഞത്? അതെന്തായാലും പപ്പ കാണിച്ചത്. അപ്പേ അതല്ല, നിങ്ങൾ മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നല്ലേ ഈ പറഞ്ഞത്? മോളെ കല്യാണം കഴിപ്പിക്കാൻ ഇവനെ എന്റെ പപ്പയുടെ അപ്പന്റെ പ്രായമുണ്ട് ഇവൻ. അവനെ കൊണ്ട് എന്റെ മോളെ കല്യാണം കഴിപ്പിക്കാൻ. എനിക്ക് കല്യാണം കഴിയാൻ പറ്റത്. അല്ലെങ്കിൽ ഇവനെ കൊണ്ട് എന്റെ മോളെ കല്യാണം കഴിപ്പിക്കാൻ ഇവന് എന്ത് യോഗ്യതയാ ഉള്ളത്? 3 മാസം കഴിഞ്ഞാൽ എനിക്ക് പെൻഷൻ കിട്ടും. പെൻഷന് എറണ കിട്ടവനെ സ്റ്റാർ ഇല്ലാതെ അടിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടാ. വൃത്തികെട്ടവനെ 3 മാസം കഴിച്ച് പെൻഷൻ മേടിക്കാൻ എന്റെ അമ്മൂമ്മയെ കെട്ടിച്ചേരാണ് നിനക്ക്. പറ്റിച്ചിട്ട് പറഞ്ഞിട്ട് പോയണ്ട. എനിക്ക് പപ്പയെ കിട്ടൂല. നീ ഇത് പിടി. അതുകൊണ്ട് അവിടെ പോയി ഒരു പപ്പായ കുത്തിയിട്ട് തോരൻ വെച്ച് കഴിയണം. സെൽവൻ, ശ്യാം, മനു, നമ്മൾ തുടർച്ചയായ 2ാം ഭാഗമാണ് അല്ലേ? ആദ്യത്തെ പാർട്ട് കഴിഞ്ഞ് 2ാം ഭാഗമാണ്. അപ്പോൾ അത് നിങ്ങളത് കളിച്ചു തീർത്തു. ഇനിയിപ്പോൾ നമുക്ക് അഭിപ്രായങ്ങളിലേക്ക് പോവാം. ആദ്യം ബിജുക്കുട്ടാ. നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. നല്ല ഗംഭീരം. നീ പറഞ്ഞു വിട്ട് തന്നെ ഒരു സെക്കൻഡ് പാർട്ടാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എടുത്തപ്പോൾ ഗോൾഡായിരുന്നു. 1 ലക്ഷം രൂപയായിരുന്നല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു അതിനകത്ത് മാറ്റമുണ്ട്. കാരണം മനുവിന് പകരം അന്ന് ശംഭു ആയിരുന്നല്ലേ? ഫസ്റ്റ് പാർട്ടിന്റെ ആ ഗോൾഡിന്റെ അത്രയും എത്തിയില്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു നിരാശാജനകമായിട്ടുള്ളൊരു സ്കിറ്റ് ആയിരുന്നില്ല. അത്യാവശ്യം നല്ല കണ്ടിരിക്കായിരുന്നു. തമാശകളുണ്ടായിരുന്നു സെൽവന്റെ ഭാഗത്തുനിന്നും അതുപോലെ ഷാമിന്റെ ഭാഗത്തുനിന്നും. ആദ്യം കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം, ക്ലൈമാക്സ് ഒരു നിസ്സാര ക്ലൈമാക്സ് ആണെങ്കിലും ഇയാൾ ആദ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഷാമ് കപ്പങ്ങ കുത്തുന്ന മറ്റേ ബില്ലിയാർഡ്സ് കളിക്കുന്ന ആ സാധനത്തിന്റെ അത് വെച്ചിട്ട് കണക്ട് ചെയ്യുമ്പോൾ നല്ലൊരു ക്ലൈമാക്സ് ആയിരുന്നു കേട്ടോ. അപ്പൊ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല രസമായിരുന്നു കേട്ടോ, നൈസായിരുന്നു. എനിക്ക് ഇതിൽ എൻഗേജിങ് ആയിട്ട് ഫീൽ ചെയ്തത് സെൽവൻ ഭായ് ആ ബില്ലിയാർഡ്സ് കളിക്കുന്ന എത്രയോ കാലമായി കളിച്ച് തഴമ്പിച്ച ഒരാളെ പോലെ ഒരു ബോൾ പോലും അനങ്ങുന്നില്ലായിരുന്നു ആ ബോർഡിൽ. പക്ഷേ ഇല്ല, ഞാനത് രസമായിട്ട് പറഞ്ഞു. പക്ഷേ ഭയങ്കര രസമായിട്ട് ആ ഒരു ക്യാരക്ടറൈസേഷൻ, അങ്ങനെ രസകരമായ എൻഗേജിങ് ആയിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു. ഞാൻ എന്തായാലും എൻജോയ് ചെയ്തു. ഓൾ ദ ബെസ്റ്റ്. ഗണപതി, നമ്മുടെ 3 കിടിലൻ ടീമുകളാണ് നിൽക്കുന്നത്. അപ്പം എന്തായിരുന്നു ഈ സ്കിറ്റിനെ കുറിച്ച് ഗണപതിയുടെ അഭിപ്രായം പറഞ്ഞു? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ ഫസ്റ്റ് ഓഫ് ഓൾ ആ സെറ്റപ്പ് തന്നെ നല്ല രസമായിട്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ബില്ലിയാർഡ്സ് പൂളും ഇതും എല്ലാ പക്ഷെ ഒരു കാണാൻ തന്നെ രസമുണ്ടായിരുന്നു. എനിക്ക് മിഡിൽ ഇടയ്ക്ക് ഒന്ന് ഇതായെങ്കിലും പക്ഷെ നിങ്ങൾ അടിപൊളിയായിട്ട് ഇത് പിക്കപ്പ് ചെയ്ത് എടുത്തു പോയി. അത് ഭയങ്കര രസമായിരുന്നു. എൻഡിങ് ക്ലൈമാക്സ് വരെ നന്നായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതൊക്കെ പണക്കാരുടെ പ്രശ്നങ്ങളല്ലേ, നീ അതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പരിപാടി. എന്തായാലും നന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. കുറച്ച് നന്നായിട്ട് ചിരിച്ചു. താങ്ക് യു. സാഗർ, അടിപൊളി, ഒന്നും പറയില്ല, സൂപ്പർ, കിടിലൻ. ഞാൻ കുറേ നാളായി ഇങ്ങനെ ഒരു ലൈവ് പരിപാടി കണ്ടിട്ട്. അപ്പോൾ ഈ ലൈവ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഭയങ്കര റെസ്പെക്റ്റ്. കാരണം ഞാൻ സബ്ജില്ല കലോത്സവത്തിൽ ഒരു ഡയലോഗ് പോലും കറക്റ്റ് തെറ്റിയിട്ട് അതിന് പ്രൈസ് ഒന്നും കിട്ടാണ്ട് അങ്ങനെ പോയിട്ടുള്ള. അപ്പോൾ ഇങ്ങനെ കുറേ ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ പറയാമെന്ന് പറയണമെങ്കിൽ ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്നു. അടിപൊളി, കുറേ നാളിന് ശേഷം ചിരിച്ചു. സൂപ്പർ ക്ലൈമാക്സ് ഒക്കെ രസമായിരുന്നു. അടിപൊളി. ശീതൾ. 3 അടിപൊളിയായിരുന്നു. മനുചേട്ടൻ, ശെൽവി ചേട്ടൻ 3 അടിപൊളിയായിരുന്നു. ശ്യാം ചേട്ടൻ എല്ലാവരും അടിപൊളിയായിരുന്നു. ശെൽവി ചേട്ടൻ്റെ വീഡിയോസ് ഞാൻ പണ്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. ഐ മീൻ ഇറ്റ്സ് അടിപൊളി. പിന്നെ സ്റ്റാർ ആണ് ഏറ്റവും ഹൈലൈറ്റ്. അടിപൊളി, സൂപ്പർ. ഞാൻ സെൽവൻ ചേട്ടനെ ഭയങ്കര ഫാനാണ്. പുള്ളിയുടെ പണ്ട് തൊട്ടേ ഉള്ള വീഡിയോസ് ഞാൻ ഫോളോ ചെയ്യുന്ന. പണ്ട് ഫ്രണ്ട്സുമായിട്ട് പുള്ളിയുടെ ഡയലോഗൊക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ചപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല വൃത്തിയായിട്ട് നിങ്ങൾ കളിച്ചു കേട്ടോ. ഹ്യൂമർ വളരെ അധികം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയധികം ഹ്യൂമർ എനിക്ക് നമ്മൾ ആദ്യം കണ്ട എപ്പിസോഡ് വെച്ച് നോക്കുമ്പോൾ അത്രയധികം ഹ്യൂമർ ഇല്ലാതെ പോയി. പക്ഷേ ഞാൻ സെൽവ, നിങ്ങളുടെ ടൈമിംഗ് എന്ന് പറയുന്നത്, കൗണ്ടർ അടിക്കുന്നതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ 3 പേരെ സമ്മതിച്ച് വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഉദാഹരണം എടുത്ത് പറയേണ്ടത്, ഈ പപ്പ എന്ന് പറയുന്നൊരു സാധനത്തെ പിടിച്ച് പോയി അവസാനം കോല് വന്നിട്ട് അവിടെ ഒരു പപ്പയുണ്ട്, നീ അത് ഇട്ടോ എന്ന് പറയുന്നതിന് അതിന് ക്ലൈമാക്സ് വലിയ ക്ലൈമാക്സ് ഒന്നുമില്ല, പക്ഷേ അതിന് കൈകടി കിട്ടണത് നിങ്ങളുടെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നൊരു സാധനമാണ്.
പിന്നെ ഈ പറയുന്ന ഹ്യൂമറിൻ്റെ ചെറിയൊരു കുറവുണ്ടായിരുന്നു. മാർക്ക് നിങ്ങൾക്കറിയാൻ പറ്റും, മാർക്ക് കുറയുന്നത് അതിൻ്റെ പേരിൽ മാത്രമായിരിക്കും. അപ്പോൾ നമുക്ക് മാർക്കിലേക്ക് പോകാം. ആദ്യം മണിക്കൂട്ടാ. ഞാനൊരു 11,000 രൂപ. ഞാനും കുറയ്ക്കുന്നില്ല, ഞാനും ഒരു 11,000 രൂപ. അപ്പോൾ ബാക്കി മറ്റേ പണക്കാരുടെ കേസിലൊന്നും കേട്ടോണ്ടാ, ബാക്കി പൈസ നന്നാക്കാതെ പിടിച്ചോ. അപ്പോൾ എന്തായാലും 3 പേരും ഇനിയും നല്ല നല്ല സ്കിറ്റുകളായി വീണ്ടും വരിക, നമ്മളെ ചിരിപ്പിക്കുക. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പം നമുക്കിനി പ്രകമ്പനം ടീമിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയണം. അതെ. അല്ലേ? അപ്പോൾ അവരെ 4 പേരെ അവിടെ എടുത്തുന്നത് ശരിയല്ല, ഒരാൾ പോകണം. അല്ല, പ്രചോദിച്ചല്ലേ? ഞാൻ ചെല്ലാം. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രകമ്പനം ടീമാണ്. മണിക്കുട്ട, ബിജുക്കുട്ട, ഓ, നന്നായിട്ട് അവിടെ സ്കിറ്റ് ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. നമുക്ക് ഇവരുടെ സിനിമയുടെ ഒരുപാട് വിശേഷങ്ങൾ അറിയണം. ഗണപതി ഇതിൽ എന്ത് ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഈ സിനിമയിൽ എങ്ങനെയാണ് എത്തപ്പെട്ടത്, ഇത് നിങ്ങളുടെ ടീം വർക്കിനെ കുറിച്ചൊക്കെ ഒന്ന് പറ. വിജേഷും റൈറ്ററും കൂടെയാണ് എന്നെ ആദ്യം സമീപിച്ചത്. പിന്നെ ശ്രീജിത്ത് ഏട്ടൻ ഇതിൻ്റെ പ്രൊഡക്ഷൻ, നവരസ എന്ന് പറഞ്ഞ ഫിലിംസാണ്, അവർ ആഡ് ഫിലിം മേക്കേഴ്സ് ആയിരുന്നു. അപ്പോൾ വിജേഷാണ് എൻ്റെ അടുത്ത് കഥ പറയുന്നത്. എൻ്റെ ക്യാരക്ടർ സിദ്ധു എന്നാണ് പേര്. കണ്ണൂരുകാരനാണ്. ഒരു പാർട്ടി ഗ്രാമത്തിലെ ഒരു പാർട്ടി കുടുംബത്തിൽ നിന്ന് വന്ന് ഇവിടെ മഹാരാജാസിൽ പഠിക്കുന്നൊരു ഇതാണ്. അപ്പോൾ അവരുടെ കൂടെ പരിചയപ്പെട്ടതാണ് ഈ പുണ്യാളെന്ന് പറഞ്ഞ ക്യാരക്ടറും ഈ അമ്മീൻ്റെ ക്യാരക്ടറും കൂടെ വന്നിട്ട്. പിന്നെ ഇവരുടെ കൂടെ ഉണ്ടാവുന്ന കുറേ പരിപാടികളൊക്കെ കൂടെ. നിങ്ങളുടെ ഇവരുടെ ഒരു ടീം വർക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, പിന്നെ നമുക്ക് ഏറ്റവും അധികം അഭിമാനവും അതുപോലെ നമുക്ക് ഏറ്റവും വലിയൊരു നഷ്ടവും ഇതിനകത്ത്. നമ്മുടെ കലാഭവൻ നവാസിനൊരു ഉഗ്രം വേഷം ചെയ്തു. നമ്മൾ ഇതിനിടയ്ക്ക് ഒരു ഷൂട്ടിലാണ് ഇങ്ങനെ ഒരു വാർത്തയൊക്കെ അറിഞ്ഞത്. അതൊരു വലിയ നഷ്ടമാണ്. നമ്മൾ ഇവിടെ ഒരു 1 ലക്ഷം രൂപയുടെ ഒരു ടീം ഗോൾഡ് അടിച്ചതിന് ശേഷം ഞങ്ങൾ അതിന്റെ കമന്റ് പറയാൻ നിൽക്കുന്ന സമയത്താണ് ഈ വാർത്ത വന്നത്. അത് നമ്മൾ മൊത്തം ഈ ഓഡിയൻസ് പോലും അന്ന് തളർന്നു പോയിരുന്നു. പിന്നെ നമ്മൾ പോയി റൂമിലൊക്കെ പോയി ഫ്രഷായിട്ട് പിന്നെ ഭയങ്കരമായിട്ട് അപ്പം തന്നെ അങ്ങോട്ടും വരേണ്ടിണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു പ്രൊമോഷനായിട്ട് വന്നിരുന്നു നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമ ഭയങ്കരമായിട്ടുള്ള വിമർശയിലെത്തുന്നത് ഉറപ്പാണത്. കാരണം ഞാനന്ന് പുള്ളിയുടെ കൂടെ ഒരുമിച്ച് പുള്ളി അഭിനയിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചുള്ള സീനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് പുള്ളി പോയി, ഞാനും വീട്ടിലെത്തി കഴിഞ്ഞ് പുള്ളി ഹോട്ടൽ റൂമിലെത്തുമ്പോഴാണ് നമ്മൾ ഈ വാർത്ത അറിയുന്നത്. അത് നമുക്ക് ഭയങ്കര ഷോക്കായിരുന്നു. പക്ഷേ പുള്ളി ഏകദേശം മൊത്തം ഈ സിനിമയിലെ ക്യാരക്ടർ തീർത്തിട്ടാണ് നമ്മുടെ അടുത്ത് പോയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ക്യാരക്ടർ തന്നെ ആയിരിക്കും പുള്ളി. തീർച്ചയായിട്ടും. കാര്യം അദ്ദേഹത്തിന് കുറേ നാൾക്ക് ശേഷം നല്ലൊരു വേഷം കിട്ടി. പിന്നെ ഇനി സൂര്യ പറയൂ, സൂര്യ ഇതിൻ്റെ എങ്ങനെയാണ്, എന്താണ് കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞില്ലൊന്നും? നല്ലതാ. അല്ല, പണിക്ക് ശേഷം അല്ലേ? എനിക്ക് തോന്നണ്ടല്ല, ആ ഒരു മുട മാറ്റിയെടുക്കാൻ പറ്റിയ പടമാണിത്. മറ്റേ മുട ഒന്ന് മാറ്റിയെടുക്കണം സൂര്യത അല്ലേ? ഈ മുട എന്ന് പറയണത് അത് മുടയായിട്ടാണ് ട്ടാ. അത് അത്രയും ജനങ്ങളിലേക്ക് പതിഞ്ഞ് നിങ്ങളത് ഉഗ്രനായിട്ട് ചെയ്തു. കാരണം നാട്ടുകാരൊക്കെ പറഞ്ഞ ആ ചെക്കനെ ഏതാണെന്ന് ആവശ്യമുള്ളൂ, വലിച്ചു കീറണമെന്നാ പറഞ്ഞത്. അപ്പൊ ആ ഒരു മുട നമുക്ക് ഇതിനകത്ത് കോമഡിയിലും നികത്തിയെടുക്കണം കേട്ടാ. ഹ്യൂമർ ക്യാരക്ടറാണ്. അത് ത്രൂ ഔട്ട് ഒരു ഹ്യൂമർ പരിപാടിയാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് ഭയങ്കര രസമുണ്ട്. പണി കഴിഞ്ഞതിന് ശേഷം ത്രൂ ഔട്ട് ചെയ്യുന്ന ഒരു ഹ്യൂമർ ക്യാരക്ടറാണ്. അപ്പോൾ ഈ സബ്ജക്റ്റിന് ഭയങ്കര ഇതിൻ്റെ ഒരു ത്രെഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ട്. നമുക്ക് എല്ലാ സിനിമകളും അങ്ങനെ കിട്ടണമെന്നില്ല, പക്ഷേ ഈ സിനിമ എല്ലാം കൊണ്ട് നല്ലതാണ്. അത് നല്ല രീതിയിൽ എത്തുമെന്ന് ഭയങ്കര വലിയൊരു പ്രതീക്ഷയുണ്ട്. നിങ്ങൾ നമ്മൾക്കും നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്കും ഒരു പ്രതീക്ഷയുണ്ട് കേട്ടോ. നിങ്ങളെ യുവാക്കളാണ്, കാരണം നിങ്ങളുടെ കാസ്റ്റിംഗ് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇപ്പോഴത്തെ ജനറേഷന് വേണ്ട കാസ്റ്റിംഗ് ആണ് നിങ്ങൾ 4 പേരും. അപ്പോൾ അതുകൊണ്ട് തന്നെ, കാരണം ഇതിൻ്റെ സംവിധായകനും റൈറ്ററൊക്കെ വിചാരിച്ചിരിക്കുന്ന ആ ലെവലിൽ നിങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അങ്ങനത്തെ സിനിമകളാണ് ഇപ്പോൾ ഇറങ്ങണത്. അത് കാണാൻ നമുക്കും താല്പര്യമുണ്ട്. നമ്മൾ എന്തായാലും സിനിമ പോയി കണ്ടിരിക്കും. അടുത്ത ആളിലേക്ക് വരാട്ടെ, ഞാൻ കയറിയെന്നുള്ളൂ. ഇതിൽ ഞാൻ വേദിക എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുന്നത്, സാഗറിൻ്റെ പേരായിട്ട് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഒരു ഭയങ്കര വലിയ കോമിക് ഉള്ള ക്യാരക്ടറൊന്നുമല്ല, പക്ഷെ എന്നാലും ഒരു ഫൺ എലമെന്റ് ഉള്ള ഒരു ക്യാരക്ടറാണ്. മൊത്തത്തിൽ നമ്മൾ 4 പേരും ക്യാരക്ടർ അങ്ങനെ ഒരു ഫൺ എലമെന്റ് ഉള്ളതാണ്. നാണവും അല്ലേ? എന്താ അങ്ങനെ? പക്ഷേ എനിക്ക് പറയൂ. ഇല്ല, നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് 40 ദിവസം അടുപ്പിച്ച് ഷൂട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു 40 ദിവസം നമ്മളെല്ലാം ക്യാരവണിലായാലും എല്ലാവരും ഒരു ക്യാബിനിൽ തന്നെ ആയിരുന്നു. ഭയങ്കര വൈബടിച്ച് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി പരിപാടി എല്ലാം ചെയ്ത് തീർത്തൊരു ഷൂട്ടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാരക്ടർ വരുന്നത് ശങ്കരൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് വരുന്നത്.
അപ്പം നമ്മൾ 3 പേരുമാണ് ഹോസ്റ്റലിലെ റൂംമേറ്റ്സ് ആയിട്ട്. അമ്മനെ ഇത് ഓഡീഷൻ ചെയ്ത് വന്നാണോ അതോ അമ്മനെ ഇത് കണ്ടിട്ട് നമ്മുടെ വിജയ് ചേട്ടൻ വിളിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഇവരെന്തോ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് സൈലന്റ് ആയിട്ട് നിന്നാ മതി, വളരെ ഭയങ്കര സീരിയസ് ആയിട്ട് പണം കിട്ടുമെങ്കിലും എനിക്ക് തോന്നണതേ സിനിമയില് അഴിഞ്ഞാടിയിട്ടുണ്ടാവും. ഇതില് ഭയങ്കര എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഹോസ്റ്റൽ ഹൊറർ ജോണർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് അടിക്കപ്പിയാരെ കൂട്ടമണി കണ്ടിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ അങ്ങനെയല്ല, ഇതാ അങ്ങനെ ഒരു സിനിമയല്ല, ഇത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അല്ല, അത് എന്തായാലും ചോദിച്ചത് നന്നായി. കാരണം എല്ലാവർക്കും ഈ ഹോസ്റ്റലും ഈ അതിലെ ഹൊറർ പരിപാടി കാണുമ്പോൾ ഒബ്വിയസ്ലി വരുന്നത് അടികപ്പേരെ കൂട്ടിയാണ്. കാരണം നല്ല രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അതെ അതെ അതെ. അതല്ല ഈ പരിപാടി. അതിന്നും വളരെ അതിൻ്റെ ഹോസ്റ്റൽ പശ്ചാത്തലം ഉണ്ട് എന്നല്ലാതെ ഇതിന്റെ റൂട്ട് പോകുന്നത് മൊത്തം വേറൊരു സ്റ്റൈലാണ്. ഹോസ്റ്റൽ കുറച്ചേ ഉള്ളൂ ഈ പടത്തിലും. എന്തായാലും ബാക്കി കണ്ടിട്ട് പറയണം. മണിക്കൂട്ടാ, അപ്പൊ നമുക്ക് അടുത്ത ടീമിനെ വിളിക്കണ്ടേ? പിന്നെ അത് ഞാൻ വിളിക്കാം. വിളിച്ചു. ബിജേട്ടാ, നമുക്കൊരു കാടിന്റെ വൈബിലേക്ക് പോയാലോ? അത് നല്ല പച്ചപ്പ് കിട്ടും. ആ പച്ചപ്പിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി മണിക്കുട്ടൻ ചേട്ടൻ, അമൽ, പിന്നെ അനീഷ് പപ്പാല വരുന്നു. ചെല്ലം ചാടി നടക്കണ പുൽച്ചാടി, ഞാനും നിന്നെ പോലൊരു പുൽച്ചാടി. തുള്ളിത്തുള്ളിയലപ്പ് കൂട്ടില്ലാതെ വെപ്പ്, നീയോ ഞാനോ നീയോ പുൽച്ചാടി. സാറെന്തിനിങ്ങനെ ചാടി വരുന്നേ? നീയല്ലേ പറഞ്ഞു നിന്റെ പുറകെ വരാന്? എന്റെ പുറകെ വരാൻ പറഞ്ഞ ഞാൻ കാണിക്കുന്ന വഴി വരാനാണ്, അല്ലാണ്ട് ഇങ്ങനെ ചാടി വരാനല്ല പറഞ്ഞത്. ആഹാ, എടാ, ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുടെ കയ്യിൽ നിന്ന് 2000 രൂപ നീ വാങ്ങിച്ചിട്ട് നീ കാടിന്റെ മകനാണ്, കാട് മൊത്തം കാണിച്ചു തന്നോട് നീ ഇപ്പൊ എന്റെ വെക്കിട്ട് തീർന്നോടാ. ഒളിവിൽ അങ്ങോട്ട് ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്തല്ലോ. എന്റെ സമയം കിട്ടിയില്ലെങ്കിൽ സാറേ, എന്റെ ഒരു ഫോട്ടോ എടുത്ത് തരാമോ? നീ ഫോട്ടോ ജനിക്കല്ലടാ. എന്ന് വെച്ചാ നീ ഫോട്ടോ എടുക്കാൻ ജനിച്ചവനേ അല്ലെന്ന്. ആണല്ലേ? അമ്മ അങ്ങനെയൊക്കെ പറയാം, എന്നാന്നറിയാൻ പാടില്ല. ഈ ക്യാമറയ്ക്ക് നല്ല വിലയായി കാണൂല്ലേ? പിന്നെ 5-6 ലക്ഷം രൂപയായി കാണൂല്ലേ? പിന്നെ സാർ ഭയങ്കര പണക്കാരനാണല്ലേ? കൊച്ചുനാള് മുതൽ എന്റെ ആഗ്രഹമായിരുന്നു സാറേ, വലുതാകുമ്പോ പാവപ്പെട്ടവരെ സഹായിക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം. വലുതായല്ലോ, ഇപ്പോഴല്ലേ മനസ്സിലായത് ആ പാവപ്പെട്ടവൻ ഞാനാന്ന്. നടന്നില്ല. എന്നോട് ചോദിക്കണം ഓർത്ത സാർ 2000 രൂപ ഞങ്ങളുടെ ഈ കാട്ടി വരാനുള്ള കാരണം? നീ ദേശാടന പക്ഷി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഞാനിപ്പോ പറഞ്ഞു, നീ കേട്ടായിരുന്നു? കേട്ടു. അത്രേ ഉള്ളു. അതായത് ഈ അമേരിക്കയിലുള്ള ഒരു സുടുക്കു സുക്കു എന്ന് പറഞ്ഞൊരു ദേശാടന പക്ഷിയുണ്ട്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. നിന്റെ ചെവിക്ക് എന്താ വല്ല കുഴപ്പമുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഇപ്പൊ പറയണേ കേട്ടു. എടാ, അങ്ങനെ കേൾക്കാൻ വേണ്ടിയേ ഉള്ളൂ ഇത്. സുടുക്കു സുക്കു എന്ന് പറയുന്ന ഒരു ദേശാടന പക്ഷി അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ട് നേരെ സ്പെയിൻ വഴി, ഓസ്ട്രേലിയ വഴി ആഫ്രിക്കയിൽ പോയി അത് തിരിച്ച് നമ്മുടെ ഈ കാടുകളിൽ വരും. ഓ, ഇപ്പൊ ഇതിൽ പാസ്പോർട്ടൊക്കെ ഉള്ള പക്ഷിയാണല്ലേ? ഇത് വിമാനം കയറി വരുന്നതല്ല, ഇത് പറന്ന് 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 പറന്നാ വരുന്നത്. അപ്പൊ പറന്ന് വരുമ്പോ ക്ഷീണിക്കുമ്പോ എന്ത് ചെയ്യും സാറേ? ന്യൂട്രലിട്ട് ഉരുട്ടി അങ്ങ് പോകും. എടാ, ഇത് മൈലുകൾ താണ്ടി വരുന്നതല്ലേ? സുടുക്കു സുക്കുവിനോടെ മയിലും ഉണ്ട്. മൈൽ താണ്ടി വരുന്ന പക്ഷികളാണ്, കിലോമീറ്ററോളം താണ്ടി വരുന്നു എന്ന് അതിന്റെ അർത്ഥം ആണല്ലേ? പിന്നെ ഇപ്പൊ ഓരോ രാജ്യങ്ങളിൽ ഇങ്ങനെയൊക്കെ പതിവല്ലേ, അവിടെ എല്ലാം റെസ്റ്റ് ചെയ്തല്ലേ വരുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്ത് റെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എല്ലായിടത്തും ഇതിന് ഓരോ ഇണകൾ ഉണ്ടാവും. ഒരു 10 ഇണകളെങ്കിലും ഇങ്ങ് വരുന്നതിന് മുമ്പ് ഉണ്ടാവും ഇതിന്. എന്താടാ, അടുത്ത ജന്മെങ്കിലും സുടുക്കു സുക്കുമായിട്ട് ജനിക്കണേ ദൈവമേ. അങ്ങനെ ഇത് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഒറ്റ ദിവസമേ ഉള്ളു. എന്നിട്ട് തിരിച്ചു പോകുമ്പോ ഏതെങ്കിലും ഒരു ഇണ ഇതിനെ കൊത്തിക്കൊല്ലും. പ്രാർത്ഥന വായിച്ചോളാ. ആവശ്യമില്ലാത്തൊക്കെ പ്രാർത്ഥന ദൈവം കേൾക്കും. അല്ല സാർ, ഇപ്പോഴും ഇവിടെ വന്ന എന്റെ കാര്യം മനസ്സിലായത്. ഇവിടെ വന്ന എന്താന്ന് പറഞ്ഞാൽ ഈ സുടുക്കു സു ഇവിടെ ഒരു ദിവസം ഉണ്ടാവും. അപ്പൊ ഇതിനെ ഷൂട്ട് ചെയ്യണം. ഷൂട്ട് ചെയ്ത് ഇതിന്റെ പടം എടുത്ത് യൂട്യൂബിലിടണം. യൂട്യൂബിലാ? അപ്പൊ ഈ സുടുക്കു സുക്കിന്റെ വേറെ ഫോട്ടോ യൂട്യൂബിലുണ്ടോ? ഓരോരുത്തരിട്ടുണ്ട്. സാറെന്തിനീ കിടന്ന് ബുദ്ധിമുട്ടുന്നത്? അത് നോക്കിയാ അല്ല, ഞാനിട്ട് ഒരെണ്ണം ഇല്ലല്ലോ. എന്നാലും അതിനകത്ത് വേറൊരു പടം ഉണ്ടല്ലോ, പിന്നെ സാറെന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഞാനൊരു പടം ഇടണ്ടേ? സാറിട്ടാലും വേറൊരാളിട്ടാലും സുടുക്കു സുക്ക് തന്നെയല്ലേ? പിന്നെ എന്തിനാ സാറ് ബുദ്ധിമുട്ടുന്നേ? എന്നാലും ഞാൻ ഒരു ഇടും. എന്തിനിങ്ങനെ വാശി പിടിക്കുന്ന കൊച്ചുങ്ങളെ പോലെ? അതിനകത്ത് ഒരു പടം ഉണ്ടല്ലോ, പിന്നെ സാറ് ബുദ്ധിമുട്ടുന്ന എന്തിനാ? ഞാൻ ലോൺ എടുത്ത് വാങ്ങിച്ചല്ലോ, നീ എന്നെ അറപ്പിക്കല്ലേ? അങ്ങനെയാണ് സാറിട്. അപ്പൊ ഞാനേ ഇതിന്റെ കാലിന്റെ ഭംഗിയൊക്കെ ഒന്ന് എടുക്കുന്നു.
ഒരു പുല്ലുമില്ല. ഈ സാധനം കാട്ടിലേ കാണിക്കാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ റോട്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഇറങ്ങി കാണിച്ച മൈൻഡ് ചെയ്യോ? ഇല്ല, ഇത് കാട്ടിലടിക്കുന്ന സാധനം. ഇത് മനസ്സിലായില്ലേ? ഇതൊക്കെ എന്റെ പരിപാടിയിലുണ്ട്. 500 രൂപ തരാമോ? നീ കാശെല്ലാം കൂടെ വാങ്ങിച്ച് എന്തെടുക്കാനാണ്? നിനക്ക് വല്ല ഭാര്യ മക്കളോ വല്ലതും ഉണ്ടോ? എനിക്കൊരു കാമുകിയുണ്ട് സാറേ. കാമുകയുണ്ട്? അപ്പൊ അവരെ സംരക്ഷിക്കാനാണ് ഈ പൈസയൊക്കെ അത് ഞാൻ സംരക്ഷിക്കണ്ട. അവക്കൊരു കൂട്ടുകാരനുണ്ട്. അവനാണെങ്കിൽ ഇവിടെ സിനിമയ്ക്ക് കൊണ്ടുപോകും, ഐസ്ക്രീം മേടിച്ചു കൊടുക്കും. ഇപ്പൊ 2 മാസമായിട്ട് ഇവർ രണ്ടുപേരും ഊട്ടിക്ക് ടൂർ പോയേക്കുവാ. അതെന്റെ ബെസ്റ്റിന്ന് എന്തുവാണ് അവര് പറയുന്നത്? അപ്പൊ ലോൺ എടുത്ത് നീയും EMI അടയ്ക്കുന്ന അവനും. ഞാനെന്നാ ഈ കാർഡിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഒന്ന് എടുക്കട്ടെ. ആരാടാ ഈ കാട്ടിൽ ജെട്ടി കഴിയിട്ടേക്കുന്നത്? ആ കണ്ണട തുടച്ചിട്ട് നോക്ക്, കടവാവല. കാണാറേ ഇല്ലല്ലോ. അടുത്ത് നിന്നിട്ടാ പുതിയ കണ്ടന്റ് പിടിച്ചാൽ എന്നാ കൗണ്ടറിന് ഒരു എടാ ഇലക്ഷന് നമ്മുടെ ആ ബാബുവിനെ ജയിപ്പിച്ച് മെമ്പറാക്കി നന്നായി കേട്ടോ. ആനെ ഓടിക്കാൻ കോലം കൊണ്ടുവയ്ക്കാന്ന് പറഞ്ഞല്ലോ. ഇത്ര നേരത്തെ കൊണ്ടുവയ്ക്കാന്ന് ഞാൻ അറിഞ്ഞില്ല. എവിടെ? താണ്ടേ. അയ്യോ, അത് കോലമൊന്നും അല്ല. പിന്നെ നമ്മുടെ നാട്ടിൽ വന്നിട്ടേ ഫോട്ടോ എടുക്കാൻ വന്ന വലിയ ഫോട്ടോഗ്രാഫറാ ബെർണാഡോ ആംഗ്ലിൻ ഡിസൂസ. ബെർണാഡോ ഒക്കെ ബാക്കി രണ്ടുപേരും കൊണ്ടുപോയി. ബാക്കി രണ്ടുപേരും ചായ കുടിക്കാൻ പോയി. ഇത് പുള്ളിയുടെ ഒന്നിച്ചുള്ള പേരാ, ബെർണാഡോ ആംഗ്ലിൻ ഡിസൂസ. വലിയ പേരാ. അപ്പൊ ഇവന് റേഷൻ കാർഡ് ആയിരിക്കില്ല, റേഷൻ ഗ്രന്ഥമായിരിക്കും. ഈ പേര് മൊത്തം എഴുതി ചേർക്കണ്ടേ? വയറ്റിപ്പഴപ്പാണ് മരുന്ന് പഠിച്ചുവിടാ. ഞാൻ ഈ കാട്ടിന്റെ അടുത്ത് താമസിക്കണം. ഹലോ ഹലോ ഹലോ, ഗുഡ് നൈറ്റ്. ഐ ആം ഈ ഫോറസ്റ്റിന്റെ ഔട്ട് ഹൗസ് നമ്പർ 2. ഇവിടെയൊക്കെ ഉള്ളത് ഞാൻ. അയ്യോ, മലയാളി മലയാളിയായിരുന്നാ? ദൈവമേ, ഞാൻ വിചാരിച്ചത് സായിപ്പായിരിക്കും. ചുമ്മാ എല്ലായിടത്തും ഒക്കെ അടിക്കും. ഇതൊന്നും പുട്ടുകുറ്റിയാ? 5 ലക്ഷം രൂപ വിലയുള്ള പുട്ടുകുറ്റി. 5 ലക്ഷം രൂപ പുട്ടുകുറ്റിയാ? അപ്പൊ അപ്പച്ചേട്ടിക്ക് എത്ര രൂപ? ഇവിടെ ജനിച്ചു വളർന്നല്ലേ പറഞ്ഞത്? ഈ കാട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് ആ വഴിയരിയിൽ ഒരു ആർച്ച് കണ്ടോ? അതിനകത്ത് ഓഡിറ്റോറിയം കെട്ടിടം കണ്ടോ? അത് സ്കൂളല്ലേ? അവിടെ പോവാത്തന്റെ ഈ വൈകി. നീ എന്നെ ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് നീ എന്നോട് എക്കോ സ്പോട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു. കാണിച്ചു തന്നില്ലല്ലോ ഇവരെ. അങ്ങോട്ട് നോക്കി ഒന്ന് കൂവിക്ക്. ഇത് പറയാനുള്ള ടൈം കിട്ടണ്ട. അങ്ങോട്ട് നോക്കി കൂവിക്ക്. എവിടെ? അങ്ങോട്ട്. ഇവിടെ? അവിടെ നോക്കി കൂവിക്ക്. അവിടെ ഉണ്ടല്ലോ സാധനം. അത് ചോദിച്ചാലേ ഞാൻ പറഞ്ഞായിരുന്നു നിനക്ക്. അങ്ങനെ സാധനം കാണിച്ചു തന്നാൽ എനിക്ക് 500 രൂപ. കൂവിക്കോ. ആ നാട്ടിലില്ലല്ലോ ഈ ഐറ്റം. താങ്ക് യു സാർ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു സാർ. കൂവിക്കോ. നാട്ടിലില്ല ഐറ്റം. 1000 രൂപയുണ്ട്. വേണ്ട, വെച്ചോ. അണ്ണ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്ന എന്തിനാ? എടാ, വർഷത്തിലൊരിക്കലേ ഏതോ രാജ്യത്ത് ഒരു കിളി പറന്ന് ഇവിടെ വരും. ഈ ഫോറസ്റ്റുകാരെന്താ സുക്കുന്നാ കുടുന്നാ? ഞാൻ പറഞ്ഞില്ലേ ഈ ദിവസം തന്നെ വരുമെന്ന് എനിക്കറിയാം. 500 രൂപ തരാമോ? എത്ര രൂപ? പ്രൊഡിക്ഷൻ കറക്റ്റ് ആയില്ലേ? നിങ്ങൾക്ക് സുടുക്കുസുനെ വലിയ ഇഷ്ടമാണോ? പിന്നെ ഇഷ്ടമല്ലേ? എന്നിട്ട് ഈ തെറ്റാലിക്ക് അടിച്ച് തള്ളി ഇടിച്ച് ചുട്ട് തിന്നു. സാറുമാണ് ഞാൻ പറയാം. നിങ്ങൾ എന്നാ പരിപാടി കാണിക്കണേ? ഈ സുടുക്കു സുക്കുവിന് വേണ്ടി സംസാരിക്കുന്ന ആളായി വന്നിക്കണത്. ഈ സുടുക്കു സുക്കു വംശനാശ ഭീഷണി നേരിടുന്നതുകൊണ്ട് ലോക രാജ്യങ്ങളിൽ പോയി സംസാരിക്കും, അവർക്ക് വേണ്ടി വാദിക്കും, ഇവരുടെ പ്രചരണത്തിന് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന ലോക പ്രശസ്തനായ ഫോട്ടോഗ്രാഫറാണ് ഇദ്ദേഹം. കേറ്റി വെച്ചതാണല്ലോ, അങ്ങനെ അങ്ങ് ഇറക്കി കളഞ്ഞല്ലോ ദൈവം. എനിക്കും തോന്നുന്നുണ്ട്. നിന്നെ കാണിച്ചു തരാം. നിന്നെ ഞാൻ കാണിച്ചു തരാം. എന്തോ വീഡിയോ കാണിച്ചു തരാന്ന് പറഞ്ഞു. അതല്ലേ പറഞ്ഞത്. ഹലോ, ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസർ അല്ലേ? നിങ്ങളുടെ കാട്ടിലെ കിളികളെ മൃഗങ്ങളെയൊക്കെ കൊന്നു തിന്നുന്ന ഒരു ഭയങ്കര ഭീകരനെ ഇവിടെ ഞാൻ തടഞ്ഞു വെച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വാ, അവനെ അറസ്റ്റ് ചെയ്ത് ജയിലാക്കണം. പുറത്ത് വിടുകയും ചെയ്യരുത്. നിന്നെ ഇപ്പൊ പൊക്കിക്കൊണ്ടുവരാൻ ആട് വരുവാടാ. ഇവിടെ ഫോണ് റേഞ്ച് ഇല്ല. റേഞ്ച് കിട്ടൂലോ. നേരത്തെ ചോദിച്ചോ? ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് പിതിരി ചുട്ടേണ്ട എന്ത് കാര്യമുള്ളത്? നീ കിളിയെ കണ്ടിട്ടില്ലേ? പൊന്നുമോനെ കാണണം. പല നിറത്തിലാണ് തൂവല്. ചിറവിങ്ങനെ വിരിച്ചത് ഇങ്ങനെ നിൽക്കും.
കൊക്കെന്ന് പറയാ ഇങ്ങനല്ലേ ഇങ്ങനെ അടിക്കും പിടിച്ചു നമുക്ക് ഉമ്മ എടുക്കാൻ തോന്നും അങ്ങനത്തെ നല്ല ഭംഗിയുള്ള കിളിയാണ്. ഇതിനെ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ പൂടെല്ലാം മറിച്ചും കളയണം. എന്നിട്ട് ഈ തൊലി കളയരുത്. തൊലിയിൽ വേറെ എന്തോ ഒരു സംഭവം പ്രോട്ടീൻ ആവില്ല. അപ്പൊ നമ്മളിപ്പോ കത്തി എടുത്തിട്ട് ഇതിനെ തൊലി പുറത്ത് ഇങ്ങനെ വരയണം. ഇങ്ങനെ വരഞ്ഞിട്ട് കുറച്ച് എണ്ണ എടുത്തങ്ങോട്ട് വെക്കണം. എന്തായാലും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മസാല, ഉപ്പിട്ടു രണ്ടും കൂടെ കൂട്ടി കുഴയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് കറുവപ്പട്ട, കരയാമ്പൂ, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങ നീര്, കുറച്ച് തൈരും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. ചെളി പരുവാക്കണം. എന്നിട്ട് ഈ സുക്കുടു സുകൂന് അങ്ങനെയല്ലേ ആദ്യം ഇതിനെ ഇങ്ങോട്ട് എടുക്കുന്നു. ഈ മസാല എടുത്ത് അങ്ങ് തേച്ച് 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 ഈ നമ്മൾ വരഞ്ഞില്ലേ ഇതിനകത്തൊക്കെ ഇറക്കണം. ഇറക്കിയിട്ട് അങ്ങോട്ട് 1/2 മണിക്കൂർ മാറ്റി അങ്ങ് വെക്കണം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് മസാല പിടിക്കും. അത് കഴിഞ്ഞിട്ട് ഈ സാധനത്തിന് ഇങ്ങോട്ട് എടുത്തിട്ട് നല്ല പച്ച വാഴയിൽ വെക്കണം. ഇങ്ങനെ വെക്കണം. വെച്ചിട്ട് പേപ്പർ ഇട്ട് പൊതിയുന്ന പോലെ അങ്ങ് പൊതിയിടണം. ഒരു ഓലക്കാല വലിച്ച് കീറിയിട്ട് ഇതിനെ കെട്ടണം. നല്ല കരിക്കട്ട ഇല്ലേ, ഈ കരിക്കട്ട കത്തിച്ച കനലുണ്ട്, ചുമ ഇരിക്കും. ഈ കനലിലേക്ക് ഒരു കല്ലും പിടിച്ച് വെച്ച് ഈ കുക്കുനെ ആദ്യം ഇതിനെ എടുത്ത് കല്ലും പുറത്തങ്ങ് വെക്കുന്നു. ഇത് അവിടെ കിടന്നങ്ങ് വേവും കനലില്. ഇങ്ങനെ കുറെ കഴിയുമ്പോ ഈ വാഴയിലുണ്ടല്ലോ ഇതങ്ങ് കരിഞ്ഞ് വാടി വരും. അപ്പൊ പതുക്കെ ഇതിനെങ്ങ് എടുക്കണം. ഈ വാഴയിൽ അങ്ങോട്ട് മാറ്റി നോക്കുമ്പോ ഒരു മണം അടിച്ചങ്ങ് കേറും മോനെ. അത് കഴിഞ്ഞിട്ട് ഈ വെന്ത് പുകകീരണ മാംസം ഇങ്ങനെ നുള്ളി എടുത്തിട്ട് ഈ ചൂടോടങ്ങ് ടേസ്റ്റ് ഉണ്ടാവോ? ടേസ്റ്റാണ്. അല്ല നമ്മളിതിനെ സംരക്ഷിക്കുന്ന ടീമിലല്ലേ ഈ പുള്ളി വന്നപ്പോ മുതൽ പറയുന്നുണ്ട്. വൃത്തിയായിട്ടോല നിന്നെ പോലുള്ളവന്മാരൊക്കെ ഈ പക്ഷികളെ ചുട്ടിരുന്നോടാ ഈ രാജ്യത്ത് വംശനാശം സംഭവിക്കുന്ന കിളികൾക്ക്. കൊള്ളാം. വർഷത്തിൽ ഒരിക്കലാണ് ഞാൻ ഇതിനെ ചുട്ടിരുന്നത്. ഇവിടെ ഡെയിലി ആൾക്കാർ കോഴി ഇറച്ചി തിന്നണ്. എന്നിട്ട് കോഴിക്ക് വല്ല നാശമുണ്ടോ? താറാവിന് തിന്നുന്നു, താറാവിന് വംശനാശം ഉണ്ടോ? കാടക്കോടിക്ക് വംശനാശം ഉണ്ടോ? പിന്നെ എന്താണ് കുഴപ്പം? പോകാൻ കഴിയുക അതിനെയൊക്കെ വളർത്തുന്നത് അതുകൊണ്ട് ഒത്തിരി ഉണ്ട്. ഇതിനെ ഒത്തിരി അങ്ങോട്ട് വളർത്തി ഉണ്ടാക്കണം. എന്റെ കുറ്റമല്ല. വർഷത്തിൽ ഒരിക്കൽ നോക്കിയാ പോരാ. മനസ്സിലായ നിന്നെ ഞാൻ പടത്തിലടാ മാനുഷാദ ഈ ആളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നേ. ഈ കാട്ടിലെ പ്രധാന ആവാസ വ്യവസ്ഥ നശിപ്പിക്കണം തന്നെ ഈ മനുഷ്യനല്ലേ. അത് ആഹാര ശൃംഖല ഈ മനുഷ്യൻ നശിപ്പിക്കും. അതെങ്ങനെ? പുല്ല് മൊയില് തിന്നുന്നു, മൊയിലിലെ കടുവ തിന്നുന്നു. ഇതിന്റെ ഇടയിൽ കിടക്കണ മൊയിലില്ലേ അതിനെ പിടിച്ച് ഇങ്ങേരി തിന്നു. 5 പുലിയാണ് പട്ടിണി കിടന്ന് മരിച്ചു അത് പുള്ളിക്കാർ സത്യമായിട്ടും. നീ ഇനി എന്നെ പറഞ്ഞു പറ്റിക്കാൻ നോക്കണ്ട. നീ എന്നെ പറഞ്ഞു പറ്റിക്കണ്ട. ദൈവമേ, പോയാ ആ പുലി എന്നെ കാണാത്ത ഭാഗ്യം. നിങ്ങളല്ല ഞങ്ങളെ കൊല്ലത്തിലായിരുന്നു. നിങ്ങളെ കണ്ടാലല്ല എന്നെ കണ്ടാലാണ് കുഴപ്പം. ഇന്നലെ അത് ഒരു മുയലിനെ നോക്കി വെച്ചിരുന്നത്. ഇന്ന് ഞാൻ ആ മുയലിനെ തട്ടി അത് നോക്കി കിടക്കുള്ളത്. കഷ്ടമുണ്ടോട്ടെ എന്തെങ്കിലും അതിന് തിന്നാൻ കൊടുക്കണോ? ഇങ്ങനെ മനുഷ്യന്മാരുണ്ടോ? എവിടെ പോലുള്ളവന്മാരാണ് ആലോചിക്കുക. ഇതിനെയൊക്കെ ചുട്ടിരുന്നോണ്ടാണ് ഈ രാജ്യം തന്നെ നശിച്ചു പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക. ചുട്ടു നിങ്ങളുടെ മോനാണെങ്കിൽ നിങ്ങൾ ഇതിനെ ചുട്ടു തിന്നുവോ? പിന്നെ കണ്ട കിളിയുടെ സന്ദേഹം നടക്കുമല്ലേ ഞാൻ. നിങ്ങളുടെ മോൻ ഇപ്പൊ കിളിയാണെന്ന് വെക്കുക. ഇപ്പൊ ഈ ചുടുക്ക് ചുവന്ന കിളി നിങ്ങളുടെ മകനാണെന്ന് വെക്ക്. ഈ അവൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. അവസാനം അച്ഛനെ നിങ്ങളെ കാണാൻ വേണ്ടി വരികയാണ്. വീടിന്റെ അടുത്തെത്തിയതും കുറെ മാനുഷാദക്കാരന്മാരും കാട്ടാളന്മാരും വലയിട്ട് ഈ ചുടുക്ക് ചുടിയും കൂട്ടുകാരെ എല്ലാം കൂടെ വലയിട്ട് പിടിച്ചോണ്ട് പോയി തല്ലിക്കൊന്ന് തിന്നുന്നു. നിങ്ങൾക്ക് സഹിക്കുവോ? നിങ്ങളുടെ മോനെ പിടിച്ചോണ്ട് പോയി സഹിക്കുവോ? വിഷമമുണ്ടോ? അത് ഇപ്പോഴാണ് എന്റെ കണ്ണ് തുറന്നത്. സത്യം സീരിയസ് പറയാനുള്ള നിങ്ങളുടെ മനസ്സിലല്ല എന്റെ കണ്ണ് തുറപ്പിച്ചു. നിങ്ങൾ കണ്ണ് തുറപ്പിച്ച്. എനിക്കത് മതി. ഇനി ഈ തെറ്റാലിട്ട് ഞാൻ ഇതിനെ അടിക്കൂല. അത് മതി. വലയിട്ട് പിടിക്കും. അപ്പൊ കുറെ കിട്ടും. നല്ല ഐഡിയ ആണല്ലേ. വല്ല കാര്യമുണ്ടോ? ഐഡിയ പറഞ്ഞു കൊടുക്കണം. വല്ല കാര്യമുണ്ടോ? സുക്കുടു സുടു വല കിട്ടിയില്ല. കുഴപ്പമില്ല. തെറ്റാൽ കടിക്കാം. അടിക്കരുത്. എന്നാ നിന്റെ സുടുക്കു സുഖം അടിച്ചുപെട്ടു. ചെയ്യല്ലേ. എന്തെങ്കിലുമൊക്കെ ചെയ്തോ. സാറിന് എന്തെങ്കിലുമൊക്കെ ചെയ്തോ. സാറിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണേ. സാറിന് വല്ലതും ചെയ്യണേ. വല്ലതും ചെയ്യണേ. സാറിന് 5000 രൂപ തരാം. ഒരു സുടുക്ക് സുക്കുനെ പിടിച്ചവന് കൊടുക്കും. നമ്മൾ സംരക്ഷിക്കുന്ന ടീമിനല്ലേ. ആദ്യം എന്റെ ജീവൻ രക്ഷിക്കട്ടാ, പിന്നല്ലേ സുടുക്ക് സുനെ രക്ഷിക്കുന്നത്. എങ്ങനെങ്കിലും പിടിച്ചു കൊള്ളാവേ സാറേ. ഉഗ്രനാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പൊ എന്തായാലും
നമുക്ക് അഭിപ്രായങ്ങൾ തുടങ്ങാം. അപ്പോൾ ആദ്യം മണിക്കൂട്ടാ. പൊളി പൊളി ജംഗൽ പൊളി, കാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജംഗൽ പൊളി, വേറെ വാക്കുകളില്ല. ഗംഭീരമായിരുന്നു. അതായത് ഈ നാച്ചുറൽ പെർഫോമൻസ് ഉണ്ടല്ലോ, നാച്ചുറൽ പെർഫോമൻസിൻ്റെ അതിശയിപ്പിക്കുന്ന പ്രകടനമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. എസ്പെഷ്യലി പപ്പാല ബായ ഈ പറയുന്ന പോലെ മണിക്കുട്ടൻ ചേട്ടാ മറ്റേ ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നത് എന്തോ ചോദിക്കുമ്പോൾ ആടാ വൈ, ഞാനും പ്രചോദേട്ടൻ മുഖത്തോട് പോകുന്ന നോക്കി. പിന്നെ അതിനുശേഷം സുടുക്കു സുക്കു ഇങ്ങനൊരു കിളി ഉണ്ടോ. പക്ഷെ നമ്മൾ ഈ കാട്ടിലെവിടെയെങ്കിലും ഈ സുടുക്കു സുക്കുവിനൊന്ന് കണ്ടിരുന്നെങ്കിൽ. ഒരു കാട്ടിനകത്ത് നിങ്ങൾ എത്തിപ്പറ്റി, ആ നിങ്ങളെത്തിപ്പറ്റിയ സിറ്റുവേഷനെ ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അത്ര മനോഹരമായിട്ട് അത്ര നല്ല മുഹൂർത്തങ്ങൾ ഞങ്ങൾക്ക് തന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഒരു കോംപ്ലിമെൻറ്റും കൂടെ എടുത്തു പറയണം. ഈ പറയുന്ന പോലെ ഞാൻ അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് കണ്ടിട്ടില്ല, പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ പരേഷ് റാവൽ സാറ്, അമരേഷ് പുരി സാറ്, പ്രകാശ് രാജ് സാറ്, ഇവരൊക്കെ ഏത് കോസ്റ്റ്യൂം, ഏത് അറ്റേറി വന്നിട്ട് ഏത് ക്യാരക്ടർ ആയാലും ആ ക്യാരക്ടർ, ഇപ്പോൾ അവർ ചിലപ്പോൾ മുണ്ട് ഷർട്ട് ഇട്ട് വന്നാൽ ആ മുണ്ട് ഷർട്ട് ഇട്ട ക്യാരക്ടറാണ്, കോട്ട് സൂട്ട് ഇട്ട് വന്നാൽ കോട്ട് സൂട്ട്, മോഡേൺ ആയിട്ടൊരു സംഭവം ഇട്ട് വന്നാൽ അതുമായിട്ടും. മണിക്കുട്ടൻ ചേട്ടൻ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഏത് കോസ്റ്റ്യൂം ഇട്ട് വരുന്നോ സത്യം മണിക്കൂട്ടൻ ചേട്ടാ ഈ കോസ്റ്റ്യൂമിൽ കാരണം വേറെ ലുക്ക്. ഇതെന്ന് പറഞ്ഞാണ്ടല്ലോ ഞാൻ ഇവിടെ വരും ഈ അജയ് ദേവഗണൊക്കെ ഒരു ഫോട്ടോ, ആ അജയ് ദേവൻ സാറിൻ്റെ ഒക്കെ ഒരു ഇത് നല്ല രസമുണ്ട് കേട്ടോ. അതൊരു എല്ലാവരും കിട്ടുന്ന ഭാഗ്യമല്ല അങ്ങനെ ഒരു സംഭവം. ആ പേരിൻ്റെ ഗുണം എന്ന് ഞാൻ പറഞ്ഞ പേര് എന്നെ പോട്ടെ. അപ്പം ഭയങ്കര രസമായിട്ടുണ്ട് ചേട്ടാ, ഗംഭീരമായിട്ട് എന്നെ പോട്ടെ. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ടോട്ടാ സുടുക്കു സുക്കു. ആ പേര് നല്ല കൊള്ളാം. പിന്നെ എനിക്ക് തോന്നണേ ആദ്യം തന്നെ ഫോട്ടോഗ്രാഫർ എന്ന സിനിമയിൽ ആ പാട്ട് വെച്ചിട്ടാണ്, സോങ് വെച്ചിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തൊരു സംഭവം അതായിരിക്കുമെന്ന് കരുതി. കാരണം ലാലേട്ടൻ്റെ പോലെ ഉള്ള സംഭവിക്കുന്നത്. പക്ഷെ അതൊന്നും തൊടാതെ തന്നെ ആ ഒരു പാട്ട് മാത്രമേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നന്നായിട്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ആദ്യത്തെ കുറേ പോർഷനുകൾ നിങ്ങൾ തന്നെ കൊണ്ടുപോയി. അതൊക്കെ വളരെ മനോഹരമായിരുന്നു. നമ്മുടെ കഴിഞ്ഞ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അത്രയും കൗണ്ടറുകൾ ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷേ നാച്ചുറാലിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നണത് ആ കാടിൻ്റെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും പിന്നെ നമ്മുടെ ആ പുലി വന്നതുണ്ടല്ലോ, അത് ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ ഓഡിയോയും പിക്ചറും കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒറിജിനാലിറ്റി, നിങ്ങളുടെ പേടിയും കാര്യങ്ങളൊക്കെ. പക്ഷേ അതിൻ്റെ ക്ലൈമാക്സിൽ നിങ്ങൾ നർമ്മം കൊണ്ടുവന്നു. കാരണം ആ പുലി അന്വേഷിച്ച് കിടക്കുന്നത് ഇന്നലെ തിന്ന പുയലിനെന്നൊക്കെ ഉള്ളത്. ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഭയങ്കര മനോഹരമായിരുന്നു. അടിക്കടി ഇങ്ങനെ കൗണ്ടറുകളുള്ള സംഭവമല്ല. നിങ്ങളെ പഴയ സ്കിറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു നാച്ചുറലായിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെയൊക്കെയോ നുറുങ്ങുകളുടെ കുറവുണ്ടായിരുന്നു. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വൻ ഹിറ്റായനെ, നല്ലൊരു സ്റ്റാൻഡേർഡ് സ്കിറ്റായിട്ട് മാറിയേനെ. അപ്പം ഉള്ളത് ഗ്രാൻഡായിരുന്നു കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല ബ്യൂട്ടിഫുൾ സ്കിറ്റായിരുന്നു. ഞാനിതിന് ആദ്യം കൈഡ് തരുന്ന എൻ്റെ സ്ക്രിപ്റ്റിന് ഞാൻ കൈഡ് തരികയാണ്. അമല അതിന്റെ ത്രെഡ് കൊണ്ടുവന്നു നമ്മളതങ്ങ് എലാബറേറ്റ് ചെയ്തു. എന്താണെന്നറിയോ, ഈ വൈൽഡ് ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്ന ആളുടെ ഫോട്ടോ സ്റ്റിൽ എടുത്തിട്ട് നമ്മൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. കാര്യം അയാൾ എത്രമാത്രം റിസ്ക് എടുത്തായിരിക്കും ആ സാധനം ചെയ്യുന്നത്. ഇത്ര റിസ്ക് എടുത്ത ആൾ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. പപ്പാല വന്നിട്ട് ഈ ക്യാമറയെക്കുറിച്ചും ലെൻസിനെ കുറിച്ചും അപ്പോഴാണ് ശരിക്കും നമ്മൾ ധാരണ ചെയ്ത്. അതൊരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. പിന്നെ ഇതിനകത്തൊരു സ്റ്റാൻഡേർഡ് കുറേ കോമഡികളുണ്ട്. ഇതിനകത്ത് കുറേ സാധനങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പുള്ളി ആദ്യം അമലുമായിട്ട് കുറേ സംഭവം സംസാരിക്കുന്നു. ആദ്യം എന്നുള്ള സാധനങ്ങളൊക്കെ നല്ല രജിസ്ട്രേഷൻ കോമഡികളാണ്, നല്ല രജിസ്റ്റർ ചെയ്ത് പോയ കോമഡികളാണ്. ഇതിനകത്ത് വൾഗർ കോമഡി ഒന്നുമില്ല. അപ്പോൾ അതിനൊരു ലിമിറ്റുണ്ട്. അത് നിങ്ങൾ 3 പേരും വളരെ ഗംഭീരമായിട്ട് വൃത്തിയായിട്ട് കളിച്ചുകൊണ്ട്. ഇനി പക്ഷികളെക്കുറിച്ചൊക്കെ പറയുന്നു. നമ്മളിത് റിസർച്ച് ചെയ്യാൻ പറയുള്ളൂ. പക്ഷികൾക്ക് ഇത്രയും സഞ്ചാരങ്ങളുണ്ട് ഇങ്ങനെ വരുന്നതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ആ റിസർച്ച് ചെയ്ത് നിങ്ങളൊരു നല്ല വൃത്തിയുള്ള സ്കിറ്റ്, നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കുറേ ഹ്യൂമറിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഏച്ച് കെട്ടാം. അങ്ങനെ ഏച്ച് കെട്ടാതെ നല്ല വൃത്തിയായിട്ട് ചെയ്തൊരു സ്കിറ്റാണ്. അത് അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മാർക്കിലേക്ക് പോവാം. അപ്പോൾ വെച്ചുകിട്ടാ ഞാനൊരു 10,000 രൂപ കൊടുക്കാം. ഞാൻ കുറയ്ക്കുന്നില്ല, ഞാനൊരു 15 രൂപ. അപ്പൊ 25 ആയിട്ടുണ്ട്. ഇനി മണിക്കൂട്ടാ, ഇനി ദേശാടന പക്ഷി ഒന്ന് പിടിച്ചെന്നുണ്ട്. നല്ല മൃഗങ്ങളെ പിടിച്ചല്ല, വേറെ കേസോ. നല്ല മൃഗങ്ങൾ ഒന്നും ചെയ്യരുത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഗവൺമെന്റ് ഉദ്ദേശിച്ച മൃഗങ്ങളെ മാത്രം കഴിക്കുക. ദാ പിടിച്ചോ അതിന്. ഹാപ്പിയല്ലേ? ഹാപ്പിയാണ്. അപ്പൊ 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഒരുപാട് സ്കിറ്റുകളുമായിട്ട് വരിക. താങ്ക് യു.
ഗണപതി ബാക്കിയുള്ള ക്രൂ അല്ലെ ആർട്ടിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞില്ല, അവരെ കുറിച്ചൊക്കെ ഒന്ന് വിശദമായിട്ട് പറയുകയാണെങ്കിൽ. ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ ആൽബി ചേട്ടനാണ്. ആൽബി ചേട്ടൻ നമ്മുടെ നടികർ ഒരുപാട് ഹണീബി അങ്ങനെ ഒരുപാട് നല്ല നെയ്മർ അതെ. മ്യൂസിക് ചെയ്തത് ബിപിൻ അശോകനാണ്. ബിപിൻ അശോക് മന്ദാകിനി ആണ് ഇതിനു മുമ്പേ റിലീസായ. അങ്ങനെ ഒരുപാട് നല്ല ക്രൂ ആണ്. ആർട്ടിസ്റ്റുകൾ വേറെ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ആർട്ടിസ്റ്റുകൾ അസീസ് ഒക്കെ ഉണ്ട്, നവാസ് ഒക്കെ ഉണ്ട്, നമ്മുടെ മാഷ് ഉണ്ട്, രാജേഷ് മാധവൻ ഉണ്ട്, പിന്നെ നമ്മളും. സൂപ്പർ. അപ്പോൾ എന്തായാലും പ്രകമ്പനം ഒരു തിയേറ്ററിൽ ഈ മാസം റിലീസാകാൻ പോവുകയാണ്. അതൊരു വൻ വിജയമാകട്ടെ, എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്. അപ്പോൾ എന്താണ് ഗണപതി പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്താണ്, പറഞ്ഞോളൂ. പടം പോയി കാണുക. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 2-2.25 മണിക്കൂർ ഇങ്ങനെ ഒഴുകി നല്ലൊരു ഒഴുക്കുള്ളൊരു സിനിമയാണ്. അത്ര എനിക്ക് പറയുള്ളൂ. നല്ലൊരു ഒഴുക്കുള്ള സിനിമയാണ് അത് കാണാൻ. സാഗർ, നമ്മുടെ പ്രകമ്പനത്തിന്റെ ഫസ്റ്റ് പ്രൊമോഷൻ ഫ്ലവേഴ്സിലാണ് തുടങ്ങിയിട്ടുള്ളത്. ഭയങ്കര ഹാപ്പിയാണ് ഫസ്റ്റ് ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. നമ്മൾ ഭയങ്കര പ്രതീക്ഷയുണ്ട്. നമ്മൾ നമ്മുടെ സിനിമയെ പറ്റിയിട്ട് ഭയങ്കര കാര്യങ്ങൾ പറയുന്നില്ല, അത് നിങ്ങൾ കണ്ട് തീരുമാനിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ശീതൾ, എനിക്കും ജനറലി ഹൊറർ ഫിലിംസ് ഭയങ്കര പേടിയാണ്. പക്ഷെ ഇതങ്ങനെ പേടിക്കാനേക്കാൾ അപ്പുറത്ത് നിങ്ങൾക്ക് അത് കണ്ട് ചിരിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും. വളരെ എക്സൈറ്റഡ് ആണ്. എന്തായാലും ഇതൊരു നല്ലൊരു പടമായി ഹിറ്റായി മാറട്ടെ. ആദ്യമായിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ത്രൂ ഔട്ടായിട്ട് വരുന്ന പടത്തിൽ സ്റ്റാറിങ് ഗണപതി, സാഗർ സൂര്യ, അമീൻ എന്ന് വന്ന ഫസ്റ്റ് പടമാണ്. സോ അത് സൂപ്പർ എക്സൈറ്റഡ് ആണ് ഞാൻ തിയേറ്ററിൽ തന്നെ കാണാനായിട്ട്. സോ നിങ്ങളും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക. തീർച്ചയായിട്ടും ഈ ചിത്രം ഒരു വൻ വിജയമാകട്ടെ. ഈ ടീമിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച് സാഗർ, ശീതൾ, അമീൻ. ഓക്കെ, ബിജുക്കുട്ട, മണിക്കുട്ട, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാനുള്ള സമയമായി. പൊന്നാനിക്കാരെ, പൊളിച്ചില്ലേ? നമ്മള് പൊളിച്ചെങ്കിൽ ഒരു ഉഗ്രം കൈഡിയതാ. ഹാപ്പി അല്ലേ? ഇവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഫുൾ എപ്പിസോഡ്. അതിന് ഇവർക്ക് നമ്മളൊരു സ്പെഷ്യൽ ഗൈഡ് വരും. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി നമുക്ക് നാളെ കാണും വരയ്ക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ്.